അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലേ ചേട്ടാ? ജിമ്മിൽ പോകാനാണ് എല്ലാ ദിവസവും. ഇന്നലത്തെ വീഡിയോസെല്ലാം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ കൊടുത്ത സർപ്രൈസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഞങ്ങൾ പൊളിഞ്ഞിട്ടൊന്നുമില്ല, ഏട്ടന് മനസ്സിലായിട്ടൊന്നുമില്ല. കണ്ടിട്ട് ഞെട്ടിപ്പോയി ഏട്ടൻ, സ്തംഭിച്ചു പോയി അല്ലേ? കറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നല്ല വെയിലും. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഓട്ടോറിക്ഷ കെട്ടി ഓട്ടോറിക്ഷയിൽ പോവും, ബസ്സിൽ പോവും, ഇത് ഏതെങ്കിലും ഒന്നും പോവും. പിന്നെന്താപ്പാ, നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഡെയിലി വ്ളോഗ് പോലെ എടുക്കാമെന്നൊക്കെ ഉദ്ദേശിക്കണേ, പക്ഷെ അറിഞ്ഞൂടാ. പക്ഷെ എപ്പോഴും എന്താ പറയണ്ടേ, പിന്നെ ജിമ്മിൽ നടക്കുന്ന എല്ലാ സാധനവും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ എന്ത് പോസ്റ്റ് ചെയ്യും, ലെങ്ത് ഇല്ലല്ലോ, അങ്ങനെയുള്ളൊരു സംഭവം അല്ലേ? ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ അതേപോലെ ചെയ്യാം. ഓക്കെ, ചെയ്യാൻ ശ്രമിക്കാം. യെസ്. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ചേ നടക്കാനുള്ളൂ, വീട്ടിൽ നിന്ന് കുറച്ചേ എടുക്കാനുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. പിന്നെ അവിടെ എത്തിന്ന് കുറച്ച് ലേറ്റായിപ്പോയി. മോളെ ഒന്ന് സെറ്റാക്കി വരാൻ കുറച്ച് ടൈം എടുത്ത്. എന്നോട് എല്ലാവരും ചോദിച്ചു ഓളെങ്ങനെ അവിടെ നിൽക്കുമോയെന്നൊക്കെ. വീട്ടിൽ ഓൾ നിന്നോളും, ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിക്കൂറത്തേക്കല്ലേ ഓൾ അവിടെ നിൽക്കും. കുറച്ചും കൂടി മുന്നോട്ട് വരാൻ 2 മണിക്കൂറെല്ലാം ഓള് വീട്ടിൽ നിൽക്കും. ഏച്ചീൻ്റെ കൂടെ നിൽക്കും, ഇവൻ്റെ അമ്മേൻ്റെ കൂടെ നിൽക്കും. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പോൾ അവരുടെ കൂടെയെല്ലാം ഓള് നിൽക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മോളെ അച്ഛൻ അതുപോലെ അമ്മ. പിന്നെ എൻ്റെ മോളെ ബർത്ത്ഡേ ആണ് വരുന്നത്. ഈ മാസം 20-നാണ് ബർത്ത്ഡേ വരുന്നത്. 20-നാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോഴത്തേക്ക് 1 വയസ്സാകും. അപ്പോൾ ഞാൻ മെയിൻ റോഡിലെത്തി. അപ്പം നമുക്ക് ബാക്കി വിശേഷം ജിമ്മിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടിയ ഓട്ടോ വേഗം എത്തി. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലെഗ് ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് കാലൊക്കെ അല്ലേ? നല്ല സുഖമുണ്ട് കാലൊക്കെ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങണം. അപ്പം വേറെ നല്ല സുഖമായിരിക്കും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പൊതുവേ നമ്മൾ കഴിഞ്ഞപ്പോൾ വേഗം ഷൂ വെച്ച് ഇവിടെ വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും വേഗം പോക്കാ പരിപാടി. പക്ഷെ ഇന്ന് എവിടെയെങ്കിലും കുറച്ച് ഇരുന്ന് കാലിൽ നിവർത്തി വെച്ച് അങ്ങനെയൊക്കെ പോകാനാണ് തോന്നുന്നത്. അപ്പം നമ്മളിവിടെ ജിമ്മിൽ ഒരു ചലഞ്ച് വരുന്നുണ്ട് 3 മാസത്തെ. അപ്പം വെയിറ്റ് ലോസിന്. അപ്പം അതിന് ഞാൻ നിന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കറക്റ്റ് വെയിറ്റ് 62ആണ്. അപ്പം നമുക്ക് നോക്കാം, 3 മാസമൊക്കെ ഞാൻ നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പം നോക്കാം എത്രത്തോളം വെയിറ്റ് കുറയും, ഞാൻ എത്രത്തോളം ജിമ്മിൽ വരും എന്നൊക്കെ. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലിൽ ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ രാജകീയ എന്താ പറയുക, രാജകീയ എന്തോ സാധനം. അപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ആകാശം നോക്കി നിൽക്കുക. കാലിപ്പോൾ ഒരു സുഖമുണ്ട് നിവർത്തുന്നിട്ട്. ഇനി ഇത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി പോയി ബസ് കയറി അവിടെ നിന്ന് നടന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല സുഖമുണ്ടാവും. എന്ത് മനോഹരമായ ആചാരങ്ങൾ. അപ്പം അപ്പം ഇന്ന് ചെറിയ വീഡിയോ അല്ല, അധികം വലിയ ലെങ്ത്തൊന്നുമില്ല. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല നിങ്ങളെ ബോറടിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇനി ഇറങ്ങി വീട്ടിലേക്ക് പോട്ടെ. ബായ്.
അച്ചു എങ്ങനെയുണ്ട്? ഇനി അച്ചു തിങ്കളാഴ്ച തൊട്ട് എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വരും. ഇവൻ ഒരു വർക്ക് അവനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. എന്ത് കോഴ്സാണ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുക? ഇലക്ട്രിക് മോട്ടോർ മെക്കാനിക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പിന് ഒരു ഷോപ്പിൽ കയറുന്നുണ്ട്. അപ്പോൾ 9 മണി തൊട്ട് 5 മണി കഴിയും. അപ്പോൾ മോന് അതിന് ശേഷം അവിടുന്ന് ഡയറക്റ്റ് നേരെ ജിമ്മിലേക്ക് വരിക. ഞാൻ എൻ്റെ കറക്റ്റ് ടൈം ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ജിമ്മിൽ വരും, എന്നിട്ട് പോകും. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരണം, അതാണ് ഏറ്റവും വലിയ സങ്കടമായ കാര്യം. ഇപ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖം. ഓരോ സെറ്റ് കഴിഞ്ഞ് അങ്ങനെ ഒരു ഹെൽപ്പിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ല, ഇവിടെ ആൾക്കാർ ഹെൽപ്പൊക്കെ ചെയ്യപ്പ, പക്ഷെ എന്നാലും കൂടെ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു സുഖേനു. ഇനിയിപ്പോൾ ഇവനില്ല, 10 ദിവസം ഇവനില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരണം, ഉണ്ടാവില്ല. അപ്പം ഞാനിനി ഒറ്റയ്ക്ക് നിൽക്കണം. അപ്പം നിങ്ങളെന്നെ ഞാൻ എൻ്റെ സംസാരം മാത്രം കേട്ട് നിങ്ങൾ ബോറടിക്കും എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം ശരി, ബൈ.